UK ഓസ്ട്രേലിയയിൽ അങ്ങനെ പ്രൊമോഷൻ, മറ്റ് വേൾഡിൽ പ്രൊമോഷൻ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ നിങ്ങൾ സിനിമയിൽ വിശ്വാസമുള്ള ആൾ, നിങ്ങൾ എങ്ങനെ വിശ്വാസവഞ്ചനായി? സെൻസറിങ്ങിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വിസ കിട്ടുമോ കിട്ടത്തില്ല, ഓൺ ടൈം കിട്ടുമോ, പിന്നെ അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സിന് അത് ഹ്യൂജ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. ഇന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ഇദ്ദേഹം ഇവിടെയല്ല, കേരളത്തിൽ ജനിച്ചു വളർന്നു, ഓസ്ട്രേലിയയിൽ സെറ്റിലാണ്. മലയാള സിനിമയിൽ അവിടെയുള്ളവർക്ക് കാണണമെങ്കിൽ ഇദ്ദേഹം വിചാരിക്കണം. ഷിബു, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മളിരിക്കുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാൽ സിനിമയായിട്ട് വേണമല്ലോ എനിക്ക് തുടങ്ങാൻ. ഞാൻ സിനിമക്കാരെ ഇൻ്റർവ്യൂ എടുക്കുന്ന കാണുമ്പോൾ സിനിമയായിട്ട് തുടങ്ങണമല്ലോ. ഇപ്പോൾ ലാസ്റ്റ് ഏത് പടമാണ് ഓസ്ട്രേലിയയിൽ എടുത്ത്? മഞ്ഞുമലയിൽ ബോയ്സ് ആണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളക്ഷൻ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു മലയാള ഫിലിമിലെ റെക്കോർഡ് ക്രിയേഷൻ ആയിരിക്കും മൂവി എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ആടുജീവിതം ഓടുന്ന കാണുമ്പോൾ അതിനെ ക്രോസ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ആടുജീവിതം നിങ്ങളാണോ? ഇല്ല, ആടുജീവിതം ഞാൻ ചെയ്തില്ലായിരുന്നു അല്ലേ? ഒരു കൊമേഴ്ഷ്യലി എൻ്റെ ഒരു തീരുമാനം തെറ്റായി പോയെന്ന് തോന്നുന്നു. കൊമേഴ്ഷ്യലി ഒരു പടം ഏത് ലെവലിൽ പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഒരു ഭയം ഉണ്ടായിരുന്നു അത് എടുക്കണോ വേണ്ടോ എന്നുള്ള. GCC ബാൻഡും ആയിരുന്നു ആ ടൈമിൽ. പിന്നെ ഒരു 2 വർഷം മുമ്പേ ബ്ലെസ്സി സാറിന് ഞാനൊരു ഓഫർ കൊടുത്തിരുന്നു. അന്ന് ബ്ലെസ്സി സാറിന് വളരെ ചെറുതായിട്ടായിരിക്കും തോന്നിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബ്ലെസ്സി സാർ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു സമയത്ത്. പിന്നെ അപ്പോൾ അതിലും വലിയ ഇതിലേക്ക് പോയി. അത് ഓക്കെ. ഇപ്പോൾ എത്ര സിനിമയായി ഡിസ്ട്രിബ്യൂഷൻ? അത് എണ്ണാൻ പറ്റാത്ത ലെവലിൽ അത്രയും ചെയ്തിട്ടുണ്ടല്ലേ? എത്രാം വയസ്സിലാണ് ഈ അവിടെ പോയി സെറ്റിലാവുന്നത് ഓസ്ട്രേലിയയിൽ? 30 വയസ്സായിരുന്നു. കുടുംബമായിട്ട് അവിടെ സെറ്റിലാണ്? കുടുംബമായിട്ട് അവിടുത്തെ സിറ്റിസണാണ്? അവിടുത്തെ സിറ്റിസണാണ് പിള്ളേർ. ഈ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും ചിത്രങ്ങൾ അല്ലേ? എല്ലാവരുടെയും ചെയ്യാറുണ്ട്. മോഹൻലാൽ ഷോ നടത്തിയായിരുന്നു ഓസ്ട്രേലിയയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? മെയിൻ ഇവിടെയുള്ള എല്ലാവരും സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഷോ നടത്തി, ജയറാമേട്ടൻ്റെ ഷോ നടത്തിയായിരുന്നു. മെയിൻ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ഷോസും നടത്തിയിട്ടുണ്ട് അവിടെ. KS ചിത്ര നടത്തിയായിരുന്നു. അവിടെ എങ്ങനെയാണ് മലയാളി സെന്തൂരുണ്ട്? നല്ല ഓസ്ട്രേലിയ മൊത്തം നോക്കുവാണെങ്കിൽ നല്ല ഒരു 3 മില്യൺ 4 മില്യൺ മലയാളീസ് ഇത്ര ഉണ്ടല്ലേ? ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര തിയേറ്ററുകളൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയ മാത്രമല്ലല്ലോ എടുക്കുന്നത്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് എടുക്കാറുണ്ട്. മൊത്തത്തിലാണല്ലോ എടുക്കുന്നത്? റെസ്റ്റ് ഓഫ് ദ വേൾഡ് എടുക്കും. റെസ്റ്റ് ഓഫ് ദ വേൾഡ് പാർട്ട്നേഴ്സ് ഉണ്ട്. UK, US, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയും ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ആഫ്രിക്ക വന്നൊരു ഏഷ്യ പസഫിക് എന്ന് പറഞ്ഞൊരു ഒരു റൈറ്റാണ്. പിന്നെ UK, യൂറോപ്പ് ഒരു റൈറ്റാണ്. USA, കാനഡ വന്ന് നോർത്ത് അമേരിക്ക വേറൊരു റൈറ്റാണ്. നമ്മൾ അവിടെ എടുക്കുമ്പോൾ സെൻസറിങ്, ഇപ്പം ദുബായിലാണെങ്കിൽ സെൻസറിന് ഇത്ര, GCC ഇത്രയാണെന്ന് പറയുന്നു സെൻസറിങ്ങിന്. അവിടുത്തെ സെൻസറിങ് ഒരു ഫീസ് ഉണ്ടല്ലോ സെൻസർ ചെയ്യുന്നതിന്. നമുക്ക് അവിടെ ചെയ്യുമ്പോൾ എത്രയാണ് ഒരു സെൻസറിങ്ങിന് വരുന്നത്? സെൻസറിങ്ങിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് ഒരു $3,500 വരും അവിടെ സെൻസറിങ്ങിന്. അതുകൊണ്ട് നമ്മളിപ്പം ചെറിയ പടം എടുത്തു കഴിഞ്ഞാൽ മിക്ക പടങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് സെൻസർ കോസ്റ്റ് പോലും കവർ ചെയ്ത് കിട്ടാറില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സെൻസർ ചെയ്ത പടം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് സെൻസർ ചെയ്യാൻ നമുക്ക് പ്ലേ ചെയ്യാൻ ഒക്കത്തില്ല. സോ അതൊരു നമ്മൾ കാൽക്കുലേറ്റീവ് റിസ്ക് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു പടം എടുക്കുമ്പോൾ ഓടുവോ ഇല്ലയോ. ഇപ്പം കേരളം വിട്ട് ഇവൻ GCC ആണെങ്കിൽ പോലും ആൾക്കാർ വന്ന് പടം കാണാനൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ആൾക്കാരായിട്ടാണ് കണ്ടേക്കുന്നത്. പക്ഷേ GCC കഴിഞ്ഞ് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ വന്ന് പടം ഹിറ്റ് അല്ലെങ്കിൽ ആരും തിയേറ്ററിലോട്ട് വരുത്തേയില്ലാത്ത ഒരവസ്ഥയാണ്. ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരാളും കാണത്തില്ല തിയേറ്റേഴ്സിൽ. അത് കൂടാതെന്ന് പറയുമ്പോൾ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ ഇംഗ്ലീഷും ഹിന്ദി എല്ലാം വന്ന് ഭയങ്കര വലുതായിട്ട് കളക്ട് ചെയ്യുന്ന പടമാണ്. അതിൻ്റെ 1 വീക്ക് കളക്ഷൻ ആയിരിക്കും. ഒരു ഹിന്ദി മൂവിയുടെ 1 വീക്ക് കളക്ഷനാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഓവറോൾ കളക്ഷൻ. അന്നേരം തിയേറ്ററുകാർക്കും മലയാളത്തിനോടൊരു അവർക്ക് നമുക്ക് കൂടുതൽ തിയേറ്റേഴ്സ് തരാനും എല്ലാം ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അപ്പോഴാണ് ഇതുപോലെ ഇപ്പം അതൊരു ചേഞ്ച് വന്നതാണ്. മഞ്ഞുമല ബോയ്സ് RDX തൊട്ട് തുടങ്ങി. RDXനും നല്ല കളക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ഞുമല ബോയ്സ് ആയി, ഇപ്പോൾ ആടുജീവിതമായി. ഞാൻ അടുത്ത് ആവേശം ചെയ്യുന്നുണ്ട്, വർഷങ്ങൾക്കപ്പുറം ചെയ്യുന്നുണ്ട്. ഇപ്പം വന്ന തിയേറ്റേഴ്സ് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി മലയാളം ഫിലിംസ് എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ എത്തി നമ്മൾ മലയാള സിനിമ അല്ലേ? നേര് നല്ലതായിട്ട് കളക്ട് ചെയ്തിരുന്നു. എന്നാലും ആ റേഞ്ചിൽ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഡിസംബർ ആയിരുന്നു. ഇംഗ്ലീഷ് ഫിലിംസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അന്നേരം തിയേറ്റേഴ്സ് കുറവായിരുന്നു. ഒരു 25% ഓഫ് മഞ്ഞുമല ബോയ്സിൻ്റെ കളക്ഷനെ നമുക്ക്
നേരിന് വന്നുള്ളൂ. നല്ല പടമായിരുന്നു. പക്ഷേ ഡ്യൂറിങ് ദാറ്റ് ടൈം വന്ന ടൈമിൽ ആ ടൈമിൻ്റെ ഒരു വിഷയം. പക്ഷേ ബാക്കിയുള്ള അടുത്തെല്ലാം നല്ലതായിട്ട് കളക്ട് ചെയ്തിരുന്നു. നേര് വാലിബന് ഞങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഭയങ്കര ഹൈ ആയിരുന്നു വാലിബൻ. സോ തിയേറ്റേഴ്സ് ആർ ഹാപ്പി. പൊതുവേ പറഞ്ഞാൽ ഓക്കെ, അത് കഴിഞ്ഞ് കളക്ഷനിലായിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു കളക്ഷനുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 200,000 അതായത് 1 crore താഴെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഓസ്ട്രേലിയയിൽ 40% നമുക്ക് തരത്തുള്ളൂ തിയേറ്റർ. 200 മുകളിൽ പോയാലേ ഉള്ളൂ നമുക്ക് 50% തരും. അങ്ങനെയാണ് അങ്ങനെ കളക്ഷൻ വരുന്നത്. അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചേക്കുവാണ് അവർ. അതായത് പിന്നെ 150 താഴെയാണ് പിന്നെ 30% കിട്ടത്തുള്ളൂ. നമ്മളെ നാട്ടിലെ പോലെ 60-40 അങ്ങനെയുള്ള സംഭവമില്ല. ഇങ്ങനെ ഓടിയാലേ കിട്ടുള്ളൂ. ഓടുക എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് അല്ലേ, ഇത്ര പൈസ കൊടുത്തെടുത്തിട്ട് എടുത്ത് കഴിയുമ്പോൾ. നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ഇവിടെ അഡ്വാൻസ് കൊടുക്കണമല്ലോ. അങ്ങനെയാണ് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും, അല്ലാതെ എടുക്കാൻ പറ്റുമല്ലോ. ചിലർ വന്ന് ലൈക്ക് ഫോർ എക്സാമ്പിൾ ആശീർവാദ് പ്രൊഡക്ഷൻസ് എല്ലാം വന്ന് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രം മതി, ഔട്ട്റൈറ്റ് അല്ല. ഔട്ട്റൈറ്റായിട്ട് നമ്മളെടുത്ത് നമുക്ക് ലോസ് വരുന്ന രീതിയിലല്ല. ചില പടങ്ങളൊക്കെ നമ്മൾ ഔട്ട്റൈറ്റ് ആയിട്ട് പടം എടുക്കും. എടുത്ത് എക്സാമ്പിൾ തുറമുഖം ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം നമ്മൾ ഇതായിട്ട് ഔട്ട്റൈറ്റ് ആയിട്ട് 3 കോടിയെല്ലാം കൊടുക്കുക, സെൻസറിൻ്റെ പൈസ പോലും തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെയുള്ള സെനാറിയേഴ്സ് വരും. പക്ഷേ വലിയ പ്രൊഡക്ഷൻ കമ്പനീസ്, ആശീർവാദ് പോലത്തെ വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് അവർക്കറിയാം അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണെന്നുള്ളത്. നമുക്കൊരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇവരുടെ പടം കളക്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഇവരുടെ പൈസ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേണം തിരിച്ചങ്ങോട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കും. അത് കഴിയുമ്പോൾ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ആരുടെയിലാണ് കൂടുതൽ, ഇപ്പം ഞാൻ അഡ്വാൻസ് കൊടുത്തതാണ് അവിടെ കൂടുതലെങ്കിൽ അടുത്ത പടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ RDX മൂവി സോഫിയ പോളിൻ്റെ മൂവി ആയിരുന്നു, അതിന് എനിക്ക് 0 അഡ്വാൻസേ ഇല്ലായിരുന്നു. അഡ്വാൻസ് ഉണ്ടായിരുന്നു, വളരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, വളരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അതൊന്നും ഒന്നുമല്ല. കളക്ഷൻ നോക്കുവാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് കളക്ഷൻ കിട്ടിയതാണ്. ആ പേയ്മെൻറ്റ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു വിശ്വാസമാണ്. നമ്മുടെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തിരിച്ച് അവർക്ക് ആ ടൈംലി, നമ്മുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 10% ആണ് കമ്മീഷൻ വരുന്നത്. ആ 10% കഴിഞ്ഞുള്ള ബാക്കിയുള്ള പേയ്മെൻറ്റ് ഓൺ ടൈം നമ്മൾ കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. ഇന്നേ വരെ ആ വിശ്വാസം വന്ന് ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മളത് ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഇപ്പോഴും ആർക്കാണെങ്കിലും നമുക്ക് പടം തരുന്നതിനൊരു അവർക്കൊരു ഇഷ്യൂ ആയിട്ട് കണ്ടിട്ടില്ല. ഞാനായിരുന്നു മറ്റേ വിജയുടെ ലാസ്റ്റ് ഫിലിം ചെയ്ത് ഞാനാണ് തമിഴും ചെയ്യുന്നുണ്ട്, എല്ലാ ലാംഗ്വേജും ചെയ്യുന്നുണ്ട്. എല്ലാ ലാംഗ്വേജും മാറി മാറി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഉണ്ടാവും ഈ സിനിമയുടെ ആർട്ടിസ്റ്റുകളെ കൊണ്ട്. ഓസ്ട്രേലിയയിൽ അങ്ങനെ പ്രൊമോഷൻ, മറ്റ് വേൾഡിൽ പ്രൊമോഷൻ എങ്ങനെയാണ്? നമുക്ക് ഓസ്ട്രേലിയയിൽ പ്രൊമോഷൻ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. ഇവിടെ ഒരു ആർട്ടിസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വിസ കിട്ടുമോ കിട്ടത്തില്ല, ഓൺ ടൈം കിട്ടുമോ, പിന്നെ അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സിന് അത് ഹ്യൂജ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ പൊതുവെ ചെയ്യാറില്ല. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സാറിനെ പോലുള്ള ചാനൽസും ഇവരും എല്ലാം ഹെൽപ്പ് ചെയ്താണ് നമ്മൾ. എനിക്ക് തോന്നുന്നു കേരളത്തെക്കാട്ടിലും കൂടുതൽ സാറിൻ്റെ ചാനൽസ് ഇതുപോലെല്ലാം വ്യൂ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓവർസീസിലുള്ളവരാണ്. തീർച്ചയായിട്ടും. എനിക്ക് അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. നമ്മളൊരു ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. വിളിക്കാറുണ്ട് ആൾക്കാർ കൂടുതൽ അറിയുന്നത് അതിൻ്റെ അകത്താണ്. ഫോർ എക്സാമ്പിൾ പത്രം അവിടെ ചെല്ലാറില്ല. പിന്നെ ചാനൽസും അവിടെ വന്ന് ലൈവ് ചാനൽസൊന്നും ഞങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾക്കൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് വഴി വല്ലതും കിട്ടിയാൽ അങ്ങനെയല്ല, നേരിട്ടൊരു TV ചാനൽസ് ഒന്നുമില്ല. അപ്പോൾ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനായിട്ട് കൊണ്ടായാൽ നല്ല കോസ്റ്റ് ആവുന്നു, പക്ഷേ ഒരു ടീമിനെ കൊണ്ടായാൽ ഭയങ്കര വിജയമായിരിക്കും അല്ലേ, ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. പക്ഷേ അത് ശരിയാണ്, ടീമിനെ കൊണ്ടുപോയി വിജയമായിരിക്കും. പക്ഷേ അത്രയും കളക്ഷൻസ് നമുക്ക് കിട്ടും. അല്ല, അങ്ങനത്തെ സിനിമയായിരിക്കണം. അല്ലേ, അതാണ് ഞാൻ ഉദ്ദേശം. അങ്ങനത്തെ സിനിമയാണെങ്കിൽ അവരെ കൊണ്ടായാൽ നമുക്കൊരു വിജയമായിരിക്കും. അതൊരു ടിക്കറ്റ് പ്രോഗ്രാമാക്കി വേണമെങ്കിൽ മാറ്റാം അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലാവരും വന്ന് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് അവർക്കൊരു ആർട്ടിസ്റ്റിനൊക്കെ വന്നൊരു പ്രോഗ്രാമായിട്ട് വരാനാണ് അവർക്ക് എല്ലാവർക്കും താല്പര്യം. ഒരു 5 ദിവസം. അതെ. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം കുഞ്ചാക്കോ ബോബൻ്റെ ഹണി റോസിനെയൊക്കെ ഒരു പ്രോഗ്രാം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നത്തേക്ക് ഡേറ്റ് ഫൈനലായിട്ടില്ല, എന്നാലും ജൂലൈ ആ റേഞ്ചിൽ. ഞാനും എൻ്റെ വിസയുടെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ തരാൻ കേട്ടോ, ഉറപ്പായിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനെങ്കിൽ പുട്ടുവച്ചോടെ നോക്കാമല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ സിനിമയിൽ വിശ്വാസമുള്ള ആൾ, നിങ്ങളെങ്ങനെ വിശ്വാസവഞ്ചനായി? ഇനി അതിലേക്കൊന്ന് പോയാലോ നമുക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറേ നാളുകളായിട്ട് നമ്മളെ വെള്ളം സിനിമയുടെ പ്രൊഡ്യൂസർ മുരളി നിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനം നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു ഓസ്ട്രേലിയയിൽ. ആ ബിസിനസ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിങ്ങൾ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹം ഇവിടെ നിന്ന് കയറ്റിവിട്ട ടൈൽസ് ഉൾപ്പെടെ 15 കണ്ടെയ്നർ ടൈൽസ് അവിടെ നിന്ന് എത്തിച്ചിരുന്നു. അപ്പോൾ അത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. പിന്നീട് 16 കണ്ടെയ്നർ വീണ്ടും എത്തിക്കുന്നു. 150 കോടി രൂപയോളം, 130 കോടി രൂപയോളം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. നിങ്ങൾ പക്ക ഫ്രോഡാണ്, 50 കോടി വേറെ ആൾക്ക് കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞു.
ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഫ്രോഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങളെ ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയോ സിനിമാക്കാരുമായിട്ട് ബന്ധമാണ്, നിങ്ങളിപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. നിങ്ങളങ്ങനെ ഒരു തട്ടിപ്പുകാരനാണ്, ഈ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമോ എന്ന് എനിക്കൊരു ചോദ്യചിഹ്നവും കൂടെ മുന്നിൽ നിൽപ്പുണ്ട്. മുരളിയുടെ ഇതിൻ്റെ അകത്ത് പിന്നെ പ്രസ് കോൺഫറൻസ് കേട്ടിരുന്നു. ഞങ്ങളുടെ കമ്പനി ടാക്സ് അടയ്ക്കാത്ത കമ്പനിയാണ്, ഗവൺമെൻറ്റുമായിട്ട് ഇത്ര അടുത്ത ഡീലിംഗ് ഉള്ള ഒരു കമ്പനിയാണ്. ഗവൺമെൻറ്റുമായിട്ട് ടാക്സ് അടയ്ക്കത്തില്ലയോ അടയ്ക്കാത്തോ അതെല്ലാം വന്ന് ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അതിലോട്ട് വിടാം. മുരളിയെ സംബന്ധിച്ചോളം എനിക്ക് ടൈലിൻ്റെ ബിസിനസ് ഇല്ലായിരുന്നു, ടൈലുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ കൂടെ തന്നെയാണ് മുരളി ഒരു എൻ്റെ UK നമ്മുടെ ഡീലറുണ്ട് മൂവീസ് ചെയ്യുന്ന, പുള്ളി വഴിയാണ് എനിക്ക് മുരളി പരിചയപ്പെടുത്തുന്നത്. അതെൻ്റെ പേരെന്താണ്? റൊണാൾഡോ എന്നാണ് പേര്. UK നമ്മുടെ മൂവീസ് എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളി പരിചയപ്പെടുത്തതായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, പുള്ളി ഈ റൊണാൾഡോ വന്ന് ഈ മുരളിയായിട്ട് ബിസിനസ് ചെയ്തില്ല. ആദ്യം എന്നെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് നീ ഓസ്ട്രേലിയ ചെയ്യും, ഞാൻ UK ചെയ്യാമെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തി. മുരളി ഓസ്ട്രേലിയക്ക് വന്നു, എൻ്റെ സെറ്റപ്പ് കണ്ടു. സെറ്റപ്പ് കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് 3-4 വെയർ ഹൗസസ് തന്നെ ഉണ്ട്. അല്ല, പുള്ളിയെ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇപ്പോൾ ഈ സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വിശ്വാസതയോട് കൂടിയാന്ന് പുള്ളി പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട് പുള്ളി തുടക്കത്തിൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. 100 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും വണ്ടികളുണ്ട്. ഇത് നമുക്കൊരു സ്റ്റാറ്റസായിട്ട്, അതായത് ഒരു മലയാളിക്ക് ഒരു വിധം നല്ലതായിട്ട് അവിടെ ചെയ്തു പോകുന്നുണ്ട്. അന്നേരം പുള്ളി വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ടൈല് പുള്ളി മാനുഫാക്ചർ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. മോഡൽസ് കാണിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഇട്ടു. 35% പുള്ളി കീപ്പ് ചെയ്യും, 65% ഞാൻ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് പേയ്മെൻറ്റ് തന്നാൽ മതി. ആദ്യത്തെ 50% അവിടെ എത്തിയതിന് ശേഷം 50% തരിക. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സെയിലിനനുസരിച്ച് കേൾക്കുമ്പോൾ ആസ് എ ബിസിനസ് മാൻ അത് കേൾക്കുമ്പോൾ നമ്മളതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. സെയിൽ കഴിഞ്ഞിട്ടല്ലേ വരുന്ന സാധനം. നമുക്കിപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതിനായിട്ട് ഇനിയും പുതിയൊരു വെയർ ഹൗസ് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഒരു ട്രയൽ നോക്കിയേക്കാം എന്നുള്ള രീതിയിൽ. പണ്ടുള്ള ആൾക്കാർ പറയും ഈ സ്വീറ്റ് ആയിട്ടുള്ള ഡീൽ വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ നമ്മൾ ആദ്യം ഈ സ്വീറ്റ്നെസ് കൂടുതൽ കേൾക്കുമ്പോഴത്തേക്ക് എന്നാൽ അടുത്തൊരു ബിസിനസ് ആവുമല്ലോ എന്ന് ഓർത്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, വാട്ടർമാൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു. പുള്ളി വാട്ടർമാൻ ഇന്ത്യ, ഞാൻ വാട്ടർമാൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുന്നു. അന്നേരം ഈ ടൈലിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല, എന്താണ് ടൈൽ എന്നുള്ള ഐഡിയ ഇല്ല. അപ്പോഴും മുരളി പറയുന്നത് എൻ്റെ കമ്പനിയുടെ ഡയറക്ടറെ ഞാൻ ഇങ്ങോട്ട് വിടും, പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ടൈലിൻ്റെ എല്ലാ കാര്യം ശിവചേട്ടൻ അതിനെപ്പറ്റി അറിയേണ്ട, അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് പറയും. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നമ്മളൊരു കാഡ്ബറീസിന് ഡബിൾ മുനാഫ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം, ഇനി ഒന്നും നോക്കണ്ടല്ലോ, ആളും ഉണ്ടല്ലോ. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ. ആ എഗ്രിമെൻറ്റിൻ്റെ അകത്ത് 65-35 ആയിരുന്നു. അതിൻ്റെ അകത്ത് വരുന്ന ആൾക്ക് വന്നൊരു എൻ്റെ സൈഡിൽ നിന്ന് ഒരു 7.5 കൊടുക്കണം %. മുരളിയുടെ സൈഡിൽ നിന്ന് ബിസിനസ്സിൻ്റെ ആണോ പ്രോഫിറ്റിൻ്റെ 7.5 ഞാൻ കൊടുക്കണം, 7.5 മുരളി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 15% വരുന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വന്ന് അവിടെ ഇതിൻ്റെയൊക്കെ ചിലവോ അതെല്ലാം കമ്പനി വഹിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ വഹിക്കുമോ? അതോ രണ്ടുപേരും കൂടെ കമ്പനി, പുതിയ കമ്പനി വഹിക്കും. വാട്ടർമാൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കമ്പനി വഹിക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് എഗ്രിമെൻ്റ് അകത്ത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു, ഓസ്ട്രേലിയക്ക് വരുന്നു. ഒരു നവംബർ 2022 ക്രിക്കറ്റ് കാണാൻ വേണ്ടി വരുന്ന പോലെ വിസ അപ്ലൈ ചെയ്തിട്ട് അവിടെ വന്നു കുറച്ച് നാൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ ഞാൻ പേഴ്സണലി അവനോട് വിളിച്ചിരുത്തി ഒരു ദിവസം ചോദിച്ചു, എങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മുരളി എൻ്റെ നിന്ന് ഒരു കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അനൂപ് പറയുന്നു അത് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. 1 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഓസ്ട്രേലിയൻ ഡ്രീം, എൻ്റെ അവിടുത്തെ ജോലിയും കളഞ്ഞ് ഞാനിപ്പോൾ ഓസ്ട്രേലിയക്ക് വന്നേക്കുക എന്ന് പറയുന്നു. പിന്നെ അന്നേരം ടൈലിനെ പറ്റി അവന് യാതൊരു ഐഡിയ ഇല്ല, ഒരു പിടുത്തമില്ല ടൈലിനെ പറ്റി. അവൻ പ്രൊഫഷണലി വെൽ ക്വാളിഫൈഡ് അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ടൻസിയാണ് അവൻ്റെ ബാക്ക് ബോൺ. അപ്പോൾ ഞാൻ ഓർത്തെന്നാന്ന് ട്രയൽ നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീസിലെല്ലാം അവനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ശരിയാണ്. അക്കൗണ്ടൻസിയുടെ ലൂപ്പ് ഹോൾസൊക്കെ അറിയാവുന്ന ഒരാൾ. നമുക്ക് ഇത്രയും കമ്പനീസ് ഉണ്ട്, 8 കമ്പനീസ് റണ്ണിങ് ഉണ്ട്, 8 കമ്പനീസ് ഇത്രയും എംപ്ലോയീസിന് സാലറീസും അതും ഇതും എല്ലാം ചെയ്യുന്നതെല്ലാം നമ്മളെല്ലാം ഔട്ട്സോഴ്സ്ഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും വന്നിട്ട് നമ്മുടെ ബുക്സ് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓക്കെ, ഇറ്റ്സ് വർത്ത് ഇനഫ്.
എന്നാൽ പിന്നെ എന്നാൽ നമുക്ക് ഈ വാട്ടർമാൻ ഓസ്ട്രേലിയയിലോട്ട് ഇവന് വേണ്ടി വിസ ഇടാനൊക്കത്തില്ലല്ലോ. ഒരു പുതിയൊരു സ്റ്റാർട്ട് ചെയ്ത കമ്പനിക്ക് വേണ്ടി വിസ ഇടാനൊക്കത്തില്ല. എക്സിസ്റ്റിംഗ് ഒരു ഞാൻ പറഞ്ഞ പോലെ CNC മെഷീൻസ് എല്ലാം ചെയ്യുന്ന കമ്പനിയിൽ ഇവനൊരു അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് അവന് ഒരു വിസ അപ്ലൈ ചെയ്യുന്നു. 482 വർക്ക് വിസ. വർക്ക് വിസയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കോസ്റ്റ് തന്നെ ഓൾമോസ്റ്റ് 12-13 lakhs വരും അവിടെ. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുക, ഈ ആപ്ലിക്കേഷൻ ഫീസ് തൊട്ട് എല്ലാം ഞങ്ങളുടെ കമ്പനിയാണ് പേ ചെയ്യുന്നത്. വാട്ടർമാൻ ഓസ്ട്രേലിയക്കകത്ത് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോലും ആരും പൈസ തന്നിട്ടില്ല. ഇതിനെല്ലാം കമ്പനി ഓപ്പണിംഗ് തൊട്ടുള്ള എല്ലാ എക്സ്പെൻസും ഞാനാണ് മീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും 15 കണ്ടെയ്നർ വരുന്നുണ്ടല്ലോ, കണ്ടെയ്നർ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൈസ വരും, അതിനകത്തൊന്ന് ഓഫ്സെറ്റ് ആദ്യം നമ്മുടെ എക്സ്പെൻസ് ഓഫ്സെറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം പ്രോഫിറ്റ് വരത്തുള്ളൂ. ഇതെല്ലാം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ ആദ്യത്തെ 15 കണ്ടെയ്നർ വരുന്നു. ആദ്യത്തെ 15 കണ്ടെയ്നർ വന്നു. എല്ലാം ക്ലിയറൻസിന് എടുത്തപ്പോഴത്തേക്ക് അപ്പോഴാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മൾ ആക്ച്വൽ വാല്യൂ അറിയുന്നത്. അതായത് നമ്മൾ ഇന്ത്യയിലെ സാധനത്തിൻ്റെ വില വളരെ ചുരുക്കമാണ്, ചെറിയ എമൗണ്ടേ ഉള്ളൂ. പക്ഷേ കണ്ടെയ്നർ ക്ലിയർ ചെയ്യാനും റോഡ് ട്രാൻസ്പോർട്ടും അവിടെ ബാക്കിയുള്ള എന്നുവെച്ചാൽ ഒരാൾക്ക് അവിടെ മിനിമം ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് $25 കുറച്ചുള്ള ഒരു എംപ്ലോയി ഇല്ല. മിനിമം വേജസ് $25, $25 per hour ആണ് ഒരാൾക്ക്. ഒരു കണ്ടെയ്നർ 15 കണ്ടെയ്നർ ഓഫ് ലോഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ തന്നെ ആലോചിക്കാം എത്ര രൂപയായെന്ന് ആലോചിക്കാം. ഈ കോസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ടിൽ ഒരു ടണ്ണ്, ഒരു പാലറ്റ് എന്ന് പറഞ്ഞാൽ 1 ടണ്ണാണ്, ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ 30 ടണ്ണാണ്. റോഡിൽ കൂടെ അലൗഡ് ആയിട്ടുള്ള 15 ടണ്ണാണ്. ഈ എക്സസ് ഫീയും പേ ചെയ്തിട്ട് വേണം പോർട്ട് ചെയ്യുന്ന സാധനം ഇവിടെ എത്തിക്കാനായിട്ട്. ഈ ആദ്യത്തെ ഈ കണ്ടെയ്നർ വന്നപ്പോഴത്തേക്ക് ഈ കണ്ടെയ്നറിൻ്റെ പ്രോപ്പർ പേപ്പർ വർക്ക് പോലും നമുക്ക് ആദ്യം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സമയത്ത് എത്താതെ വന്നപ്പോൾ ഡാമറേജ് അടിച്ചോടുന്നു. ഡാമറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? പോർട്ടിൽ നമ്മൾ കണ്ടെയ്നർ ഓൺ ടൈം റിലീസ് ചെയ്തില്ലെങ്കിൽ ഡാമറേജ് വരും. അതും ഓൺ ടൈം പേപ്പർ തരാഞ്ഞിട്ട് അത് ഇവിടുന്ന് തരണം. ഷിപ്പർ ഇവിടുന്ന് ഉള്ള മാനുഫാക്ചറിങ് കമ്പനി തരണം. കമ്പനി തരാഞ്ഞതിൻ്റെ റീസൺ പോയി പുള്ളി അവിടെയും പൈസ കൊടുക്കാനുണ്ട്. എന്നാൽ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു 8 കമ്പനിയുടെ മുകളിൽ നിൽക്കുന്നവളെ. എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു പുതിയൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കണം, ഗവൺമെൻറ് ലോസിൻ്റെ കാര്യങ്ങളും അതും ഇതുമെല്ലാം നോക്കണം. അല്ലാതെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാനൊക്കത്തില്ല. അത്ര ഈ അനൂപാണ് ഈ മുരളിയായിട്ട് ഇമെയിൽ അയക്കുന്നത്, സാധനം ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻ്റെ എല്ലാ ഇമെയിൽസ് കോപ്പീസും എല്ലാം ഉണ്ട്. അന്നേരം അങ്ങനെ സാധനം അവസാനം റിലീസ് ചെയ്ത് എടുത്ത് വെച്ചു. എന്നിട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത് 2-3 പേര് സാധനം കൊണ്ടുപോയി കഴിഞ്ഞ് സാധനം തിരിച്ചു വരാൻ തുടങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ സാധനം പൊടിഞ്ഞു പോകുന്നു. എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് എനിക്ക് ടൈലിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എന്നാ സംഭവം എന്നുള്ള കാര്യം അറിയത്തില്ല. ഈ സാധനം മുരളിയായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ മുരളിയായിട്ട് ഡിസ്കഷൻ നടത്തുന്നത് മൊത്തം അനൂപാന്നുള്ള കാര്യമല്ല. ഞാൻ ഇതിൻ്റെ ഇൻവോൾവേ അല്ല. ഓക്കെ, 15 കണ്ടെയ്നർ വന്ന് ഇങ്ങനെയാണ് ഇഷ്യൂ എന്ന് അനൂപ് എന്നോട് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു അനൂപിനെ കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു നീ നിൻ്റെ മുതലാളിയോട് സംസാരിക്കുക, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ല എൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്നത്. നിനക്കുള്ള ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എൻ്റെ പണി. അതുണ്ടായ പ്രശ്നങ്ങൾ അറിയിക്കേണ്ട അനൂപാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകത്തില്ല. അനൂപ് തന്നെ ഇമെയിൽ വളരെ ഹാർഷായിട്ട് തന്നെ ഇമെയിൽ അയക്കുകയും ഇവരുടെ പുറകെ. അപ്പോഴാണ് നമ്മൾ അറിയുന്ന പുള്ളി ഈ വെള്ളമുള്ളി വന്ന് ഈ സാധനം വന്ന് വേറൊരു കമ്പനിയിൽ നിന്ന് എടുത്ത് നമുക്ക് തരുക, വാട്ടർമാൻ എന്നുള്ള പേരൊക്കെ ഇട്ടിട്ട് അടിച്ച് തരുന്നതാണ്. അല്ലാതെ പുള്ളിക്ക് മാനുഫാക്ചറിങ്ങോ അപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കമ്പനി തന്നെയാണ് മാനുഫാക്ചറിങ് പുള്ളി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ വേറെ മാർഗ്ഗമില്ല. പിന്നെ അനൂപിനോട് പറഞ്ഞാൽ ആ കമ്പനിയായിട്ട് സംസാരിക്കുക, നമുക്ക് അയച്ചു തന്ന കമ്പനിയായിട്ട് സംസാരിക്കുക. പക്ഷേ അന്നേരം അയച്ചു തരുന്ന കമ്പനിയും വന്ന് ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുത്തിട്ട് വാട്ടർമാൻ ഇന്ത്യയാണ് അയച്ചു തരുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഷിപ്പറും എല്ലാം വന്ന് പുള്ളിയാണ്, വാട്ടർമാൻ ഇന്ത്യ. പുള്ളി തൊട്ട് മറ്റവരുടെ കോണ്ടാക്ട് തരുന്നുമില്ല. മറ്റേ പുള്ളി ആക്ച്വൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇവരുമായിട്ട് കോൺഫറൻസിലെ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അവരോട് ഈ പ്രോബ്ലംസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് വേണ്ട, ഈ കണ്ടെയ്നറിൻ്റെ പേയ്മെൻറ്റ്. പക്ഷേ ആ പേയ്മെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ സോർട്ട് ആകത്തില്ല. പറഞ്ഞാൽ 250 രൂപയാണ് സ്ക്വയർ മീറ്റർ ഇവിടെ കേരളത്തിൽ നമുക്കൊരു ടൈല് വാങ്ങിക്കാൻ നോക്കും. എനിക്കത് അവിടെ വരുമ്പോൾ 2000 രൂപയാവും ഇന്ത്യൻ പൈസ നഷ്ടമായിട്ടുണ്ട്. 1750 രൂപ എൻ്റെ പോയി, പുള്ളിയുടെ 250 പോയുള്ളൂ. അന്നേരം എനിക്ക് വന്ന് നിങ്ങൾ ഈ 250 വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എൻ്റെ 1750 പോയി. അപ്പോഴത്തേക്കൊരു സിറ്റുവേഷൻ അഗ്രിവേറ്റഡ് ആയി. ഇത്രയും പൈസ പോയില്ലേ, എന്ത് ചെയ്യാനൊക്കും. അപ്പം അനൂപ് അനൂപിൻ്റെ 1 കോടി പോയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ അടി, എൻ്റെ പൈസയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ലെന്ന് പറയണം. അതിന് മറ്റേ റഫറി ആയിട്ട് നിൽക്കേണ്ട ഞാനാണ്. ഇവർ തമ്മിൽ പ്രശ്നമായി. എനിക്ക് എൻ്റെ 1 കോടി വേണം, അത് വേണം, ഇതൊന്നും വെച്ചാൽ ഭയങ്കര വേറെ ലെവലിലുള്ള വഴക്കായി രണ്ടുപേരും കൂടെ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കയറി ഞാൻ നിന്ന് പറഞ്ഞു, ഇവിടെ കിട്ടുന്ന നമുക്കിനിയും
ഇവിടെ കിട്ടുന്ന ലാഭത്തിനകത്ത് ഒരു പെർസെൻറ്റേജ് എക്സ്ട്രാ ആയിട്ട് മുരളിക്ക് കൊടുക്കേണ്ട പൈസ മുരളിക്ക് കൊടുക്കാതെ വേണമെങ്കിൽ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്ന് കാം ഡൗൺ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവസാനം മുരളി പറഞ്ഞ് ഞാൻ ഇനിയും ഒരു 16 കണ്ടെയ്നറും കൂടെ വിടാം. 16 കണ്ടെയ്നറുടെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കോമ്പൻസേറ്റ് ചെയ്യാം. എൻ്റെ ഇമെയിൽസ് ഉണ്ട്, ഇതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് 16 കണ്ടെയ്നർ വിടാമെന്ന് പറഞ്ഞു വിടുന്ന. ആ 16 കണ്ടെയ്നർ വിടാവുന്ന 8 കണ്ടെയ്നർ മെൽബണിലൊരു പാർട്ടിക്ക് റെഡി ഓർഡർ ഉണ്ട്. അതായത് ആ ഓർഡർ ഞാൻ മുരളിയുടെ ഒക്കെ പറഞ്ഞ് മുരളി തന്നെ മെൽബണിൽ പോയി, മുരളി അവിടെ വന്നായിരുന്നു, ഈ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. മുരളി തന്നെ മെൽബണിൽ പോയി ഓർഡർ കൺഫേം ചെയ്തിട്ട് പർച്ചേസ് ഓർഡർ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നേരം മെൽബണിലുള്ള ആളെന്ന് പറഞ്ഞാൽ ബിൽഡറാണ്, വീടുകൾ വെക്കുന്ന ആളാണ്. എന്നിട്ട് പുള്ളിക്ക് 8 വീട് ചെയ്യുന്നുണ്ട് പുള്ളിക്ക്. അതിൻ്റെയാണ് പുള്ളിക്ക് 8 കണ്ടെയ്നർ വേർത്ത് ടൈല് വേണ്ട. പുള്ളിക്ക് എന്നെ പോലെ വെയർ ഹൗസോ അല്ല വലിയ എംപ്ലോയീസോ അങ്ങനെയൊന്നും ഇല്ല. ഈ സാധനം വന്നാൽ ഉടനെ എടുത്ത് പണിയുന്ന വീടിൻ്റെ വാതിക്കെ കൊണ്ട് വെക്കുകയാണ് പുള്ളിയുടെ ജോലി. അത്രേ പറ്റത്തുള്ളൂ. അങ്ങനെ 8 കണ്ടെയ്നർ റെഡി ഓർഡർ വരുന്നത്. അവർ പറഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് ടേംസ് ഒന്നും വേണ്ട. കണ്ടെയ്നർ അവർക്ക് ക്ലിയർ ചെയ്ത് അവരുടെ സ്ഥലത്ത് എത്തുമ്പോൾ 100% പേയ്മെൻറ്റ് ക്ലിയർ. അതിനെല്ലാം പ്രത്യേകിച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം റെഡിയാണ്. ഈ ബിൽഡർ വന്ന് ഞാനുമായിട്ട് വേറെ കമ്പ്യൂട്ടറിൻ്റെ വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ദുബായിലേക്ക് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടേഴ്സ് അയക്കുന്ന ബിസിനസ്സുകളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലോങ് ടേം റിലേഷൻഷിപ്പുള്ള ഒരു ആളാണ്, ട്രസ്റ്റ് വർത്തിയാണ്. ഇവരെല്ലാം വന്ന് നമ്മുടെയൊക്കെ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് ഇട്ടൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. സോ ഒരു ഇഷ്യൂ വരുന്നില്ല, കണ്ടില്ല. അങ്ങനെ ഓർഡർ എടുത്തു. പെർത്തിലേക്ക് ഞാനൊരു 8 കണ്ടെയ്നറിൻ്റെ ഓർഡർ കൊടുത്തു. മെൽബണിൽ നിന്ന് 8 കണ്ടെയ്നർ കൊടുക്കുന്നു. ഞങ്ങൾ ഓർഡർ കൊടുക്കാതെ നമ്മൾ മോഡൽ സെലക്ട് ചെയ്തിട്ട് 8 കണ്ടെയ്നർ ഇവിടെ 8 കണ്ടെയ്നറിന് അവിടെ ഓർഡർ കൊടുക്കുന്നു. എല്ലാം റെഡിയായി. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു. പഴയ 15 കണ്ടെയ്നറിന് $43,700 ഞാൻ അയച്ചു കൊടുക്കും പുള്ളിക്ക്. ഈ കംപ്ലയിൻ്റ് ആയ ശേഷം. അതെന്താണ് അയച്ചു കൊടുക്കുന്നത്? പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞ് കമ്പനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഷിപ്പ് ചെയ്തില്ലേ പുള്ളി, അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് ഇല്ലേ പുള്ളിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അതും കൂടെ കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അന്നേരം നമ്മൾ ബിസിനസ് ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് തെറ്റുകളും എല്ലാം സംഭവിക്കും. പക്ഷെ നമുക്ക് ഓൺ ഗോയിങ്ങിൽ നമുക്കിത് കവർ ചെയ്ത് പോവാം. അതായത് ഈ പൈസ ഒരു അഡ്വാൻസ് ആയിട്ട് വെച്ചോളൂ, എൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് ഇത് കവർ ചെയ്യാം, ഈ പൈസ എങ്കിലും കൊടുക്കുമെന്ന് പറയുന്നു. ഈ $43,000 ഞാൻ അയച്ചു കൊടുക്കുന്നു പുള്ളിക്ക്. 43 സംതിങ് 44 അതിൻ്റെ ഇൻവോയ്സസ് ഉണ്ട്. അതും വൈകിട്ടായിട്ട് പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് ICICI ബാങ്കിൽ അയച്ചു കൊടുക്കുന്നത്. ഇവിടുത്തെ ICICI തന്നെ അവിടുത്തെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ICICI ബാങ്കിലോട്ട് അയച്ചു കൊടുക്കുന്നത്. അന്നേരം ഈ 16 കണ്ടെയ്നർ വരുമ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞു പുള്ളിക്ക് ഞാനൊരു $25,000 അഡ്വാൻസ് കൊടുക്കണം, മെൽബൺകാരും പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ $25,000 അഡ്വാൻസ് തരാം, ദാറ്റ്സ് ഓക്കെ, നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ ചോദിച്ചു, പക്ഷെ ഞാൻ എന്തിന് ഈ $25,000 അഡ്വാൻസ് തരും? നമ്മുടെ കോൺട്രാക്ട് പറയാൻ 90 days കഴിഞ്ഞിട്ടല്ല എനിക്ക് പകുതി പേയ്മെൻറ്റെങ്കിലും തരണ്ടേ ഉള്ളൂ. അന്നേരം പറഞ്ഞ് എഗ്രിമെൻ്റ് ഒക്കെ സൈഡിൽ ഇരിക്കട്ടെ, നമ്മൾ ഒരു മലയാളികളല്ലേ, നമ്മൾ പാർട്ട്നേഴ്സ് അല്ലേ, നമുക്ക് എൻ്റെ ഒരു അവസ്ഥ കണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യൂ. പല ഓഡിയോയിൽ അത് സമ്മതിച്ചു. $25,000 ഇട്ട് കൊടുക്കുന്നു വീണ്ടും. അത് കഴിഞ്ഞപ്പോഴുള്ള അടുത്ത റിക്വസ്റ്റ്, ഒരാളും എനിക്ക് ക്രെഡിറ്റ് തരത്തില്ല ഷിപ്പിങ്ങിന്. ഞാൻ ആ പടപ്പെട്ടിരിക്കുക, എനിക്ക് ആരും ക്രെഡിറ്റ് തരത്തില്ല. വീണ്ടും ഈ ഷിപ്പിംഗ് കമ്പനിക്ക് വീണ്ടും $20,000 വീണ്ടും ഷിപ്പിംഗ് കമ്പനിക്ക് അയച്ചു. 45, 25, 20 വീണ്ടും ഷിപ്പിംഗ് കമ്പനിക്കും പൈസ അയച്ചു കൊടുക്കുന്നു. അത് മെൽബണിലൊക്കെ ഉള്ളത് പെർത്തിലേക്കുള്ളതിന് ഷിപ്പിങ്ങിന് ഞാൻ കൊടുക്കുക, പൈസ അഡ്വാൻസ് കൊടുക്കും. ഇവിടുന്ന് കയറേണ്ടതിന് ഇവിടുന്ന് കയറേണ്ടതിനും കൊടുക്കുക. എഗ്രിമെൻ്റ് പ്രകാരം ഷിപ്പിങ്ങിനും 90 ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുത്താൽ മതി, എന്നിട്ടും കൊടുക്കുക. സാധനം അവിടുന്ന് കയറ്റി വിട്ട് ലാൻഡ് ആകുന്നതിന് 35 ദിവസം കണ്ട് ട്രാൻസിറ്റ് ടൈം ഉണ്ട്. ഈ പേപ്പർ വർക്ക് വരുന്നത് 5 ദിവസം മുമ്പാണ് വരുന്നത്. പേപ്പർ വർക്ക് വന്നപ്പോഴത്തേക്കൊരു വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇമെയിലിൻ്റെ അകത്ത് എഴുതുന്നത്, ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, സാധനം സ്വിച്ചായിപ്പോയി, പെർത്തി വരേണ്ട സാധനം മെൽബണിൽ പോയി, മെൽബണി വരേണ്ട സാധനം പെർത്തി പോയത്, നേരെ തിരിഞ്ഞ് സാധനം പോയത്. നല്ല സമയമല്ലേ? നല്ല സമയമാണ്. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇപ്പം തമിഴ്നാട് കേരളവും തമിഴ്നാട്ടിൽ വന്ന സാധനമല്ലേ, നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാം, കേരളത്തിൽ വന്ന സാധനം അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ് കുഴപ്പം? ആൾക്കാർ പൊതുവെ ചോദിക്കാവുന്നൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ കേരളം കൊച്ചിൻ പോർട്ടിൽ നിന്ന് ഓസ്ട്രേലിയൻ പോർട്ട് വരെ ഷിപ്പിൻ്റെ കോസ്റ്റ്, ഷിപ്പിൻ്റെ അകത്തൊരു കണ്ടെയ്നർ വെച്ച് പോകാൻ $800 ഉള്ളൂ. $800 ആണ്. അതായത് 50,000 താഴെ ഒരു എമൗണ്ടേ ഉള്ളൂ ഇവിടുന്ന് ഓസ്ട്രേലിയ വരെ എത്താനായിട്ട്. ഇതേ സാധനം ഞാൻ മെൽബണിൽ നിന്ന് റോഡിൽ നിന്ന് ഒരു കണ്ടെയ്നർ പെർത്തി കൊണ്ടുവരുവാണെങ്കിൽ $8,000 ആണ്. 5 ലക്ഷം രൂപ. 50,000 രൂപ എനിക്ക് ഇന്ത്യയിൽ നിന്ന് സാധനം ഓസ്ട്രേലിയ വരെ
50,000 രൂപയ്ക്ക് സാധനം കൊണ്ടുപോകാൻ കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ റോഡ് മാർഗമുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ. വേറെ മാർഗ്ഗമില്ലല്ലോ, ഈ പൈസ കൊടുക്കണം. ഇത് എന്ത് ചെയ്യാനൊക്കും? ആദ്യത്തെ പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റി, ജെനുവിൻ മിസ്റ്റേക്ക്. ഓക്കെ, ഓർഡർ കൊടുത്തെന്ന് അപ്പം നമ്മൾ ചെക്കിങ്ങിന് വിട്ടായിരുന്നു ഈ സാധനം എന്താണ് കംപ്ലയിൻ്റ് എന്ന് അറിയാനായിട്ട്. അപ്പം അവർ നമ്മൾ ലാബിലാണ് വിട്ട, ഓസ്ട്രേലിയൻ നാറ്റ അപ്രൂവ്ഡ് ഗവൺമെൻറ് ലാബിലാണ് വിട്ട ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടിപ്പോയി, ബേക്ക് ചെയ്തപ്പോൾ ചൂട് കൂടിപ്പോയി, ചൂട് കൂടിപ്പോയി. അതായത് ഇപ്പം നമ്മുടെ ബ്രെഡ് വന്ന് ഇച്ചിരി കൂടുതൽ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാവും, അതുപോലെ ഒരു സെനാറിയോ ആണ് അതിന് പറ്റിയത്. അത് ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ വരുവാണെങ്കിൽ അതൊരു മൈന്യൂട്ട്, ഒരു ചെറിയ കാര്യത്തിന്, അതായത് ഒരു പോട്ട് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാൾ, അപ്പോഴത്തേക്കാണ് അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ ഈ പുള്ളിയെ സംബന്ധിച്ചോളം ഹീസ് എ ട്രേഡർ മാത്രമാണ്. പുള്ളിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പുള്ളി അവിടുന്ന് സാധനം വാങ്ങിച്ച് വേറൊരാൾ കൊടുക്കുന്ന, എൻ്റെ പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്ന, പുള്ളിയുടെ ലാഭം വാങ്ങിച്ച് പുള്ളി പോകുന്നു. അതുകൂടാതെ എൻ്റെ പ്രോഫിറ്റും ഉണ്ട്, ഇവിടെ 35% പ്രോഫിറ്റും ഉണ്ട്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഫ്രീ ആണ്. പുള്ളി വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ പൈസ മുടക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ ഇതിൻ്റെ. ഈ സാധനം വന്നു മെൽബണിൽ ഇവർ ക്ലിയർ ചെയ്യത്തില്ല. അവർ കൊടുത്ത ഓർഡറല്ല, അവരുടെ വെയർ ഹൗസില്ല ക്ലിയർ ചെയ്യാനായിട്ട്. സാധനം എടുത്ത് എവിടെ വെക്കും? എടുത്ത് റോഡിൽ വെക്കാനൊക്കത്തില്ല, എങ്ങും വെക്കാനൊക്കത്തില്ലല്ലോ. വന്നേക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേരിൽ, എനിക്ക് ക്ലിയർ ചെയ്തേ ഒക്കത്തുള്ളൂ, വേറെ മാർഗ്ഗമില്ല, ക്ലിയർ ചെയ്തേ ഒക്കത്തുള്ളൂ. പിന്നെ അവിടെ ക്ലിയറൻസിൻ്റെ പേയ്മെൻറ്റ് വീണ്ടും കൊടുത്ത് ഞാൻ വീണ്ടും അവിടെ ക്ലിയർ ചെയ്തിട്ട് എനിക്ക് അവിടെ വെയർ ഹൗസ് ഇല്ല. $15 ഒരു പാലറ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഞാൻ റെൻ്റിൽ വെക്കുന്നു, പാലറ്റ് എടുത്ത് റെൻ്റിൽ വെക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 100 കമ്മ്യൂണിക്കേഷനുണ്ട്, ഇമെയിൽ വഴി, പ്രൊഫഷണൽ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേഷനുണ്ട്. എന്ത് ചെയ്യും മുരളി, ഇതിന് എന്ത് ചെയ്യും, എന്താണ് ഇനി നെക്സ്റ്റ്, ഇതിന് സൊല്യൂഷൻ എന്നാണ്? പേർത്തി വന്ന സാധനം നമ്മളൊന്ന് ഓർഡർ ചെയ്ത് കുഴപ്പമില്ല, നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനം വന്നാലും കുഴപ്പമില്ല, നമ്മുടെ തന്നെ വെയർ ഹൗസ് ഉണ്ട്, എടുത്തെങ്കിലും വെക്കാം, എങ്ങനെയെങ്കിലും വിറ്റ് കുറേ നാൾ കഴിഞ്ഞ ശേഷമാണെങ്കിൽ അത് ക്യാഷ് ആക്കാം, കുഴപ്പമില്ലെന്ന് വെക്കാം. ഈ മെൽബണിൽ പോയി എന്ത് ചെയ്യും? ഈ സാധനം $15 ഒരു പാലറ്റ് വെച്ചിട്ട് ഒരാഴ്ച ബില്ലടിച്ചുകൊണ്ടിരിക്കുക. 3 മാസമായി, ഇന്ന് എടുക്കും നാളെ എടുക്കും. പുള്ളി വേറെ ആരെയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ പുള്ളി സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞെന്നോ, ഈ ടൈല് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് അവിടെ കണ്ട് ഓഫീസ് ഉണ്ടെന്നോ, ഇതെല്ലാം ഇമെയിലിൽ റെക്കോർഡാണ്. ഇത് അവരെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് പോയി 3 മാസമായിട്ട് ഈ സാധനമാണ് ഓരോ ആഴ്ചയിലും എനിക്ക് ബില്ലിങ് വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷമയുടെ എല്ലാ തലങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് സ്റ്റോപ്പ്, ഇനി നമ്മൾ തമ്മിൽ ഇതിൻ്റെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. ഒന്നെങ്കിൽ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇത്രയും പൈസ എൻ്റെ ആ സമയം കൊണ്ട് എൻ്റെ ഒരു 6 കോടിയായി എക്സ്പെൻസ് മൊത്തം. അന്നേരം ഒന്നെങ്കിൽ ആ സമയം മൊത്തം നിർത്തിപ്പോണം. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ പുള്ളിയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാനൊക്കെ. പുള്ളി പറഞ്ഞ് വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് കണ്ടെയ്നർ അയച്ചു തരാം എന്ന് പറഞ്ഞു. പുള്ളി UKB എക്സ്പോർട്ട് എന്ന് പുള്ളിയുടെ അണ്ടറിൽ നിന്നുള്ള കണ്ടെയ്നേഴ്സ് വരാൻ. ഈ മുരളിയുടെയൊക്കെ ഈ സംഭവം എന്ന് വെച്ചാൽ 1 വർഷത്തിനിടയ്ക്ക് ഈ കണ്ടെയ്നർ വന്നേക്കുന്നത്. അതായത് 30 ദിവസമേ ഉള്ളൂ ഒരു കണ്ടെയ്നർ ഓർഡർ ചെയ്ത് അവിടെ എത്താനായിട്ട്. അപ്പം ബി ഉണ്ണികൃഷ്ണൻ UKB എക്സ്പോർട്ടിൽ എനിക്ക് കണ്ടെയ്നർ വരാൻ തുടങ്ങി. എല്ലാ മാസവും 4 കണ്ടെയ്നർ 5 കണ്ടെയ്നർ വെച്ചിരുന്നു. പെർഫെക്റ്റ് ക്വാളിറ്റി സാധനം നല്ലതാണ്. മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊരു ബിസിനസ് പിക്കപ്പായി. ഈ സാധനം വന്നെല്ലാം ബാക്ക് എൻഡിലിട്ടു. എൻ്റെ ഒരേ ഒരു റിക്വയർമെൻറ്റ് മെൽബണിൽ നിന്ന് സാധനം പിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ മെൽബണിൽ നിന്ന് പിക്ക് ചെയ്യുക. അത് ഉള്ളിലെ കൊണ്ട് പറ്റിയില്ല. ഞാനിവിടെ ബിസിനസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ ഒരു ദിവസം സാധനം എടുക്കാനായിട്ട് നമ്മുടെ വെയർ ഹൗസിൽ സാധനം എടുക്കാനായിട്ട് വരുന്നു. അന്ന് ഈ മുരളിയുടെ ആളവിടെ വെയർ ഹൗസിലില്ല. നമ്മുടെ അക്കൗണ്ടൻറ്റ് നമ്മുടെ അനൂപ് അവിടെ ഇല്ല. അന്നേരം വേറൊരു ലേഡിയാണ് അന്നേരം ഓർഡർ ഫോമൊക്കെ കാണിക്കുന്നു. ഓർഡർ ഫോം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പേ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഫുള്ളി പെയ്ഡാന്ന് പറയുന്നു. നമ്മുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു മൊത്തം പുള്ളിയുടെ പേയ്മെൻറ്റ് എങ്ങാണ്ട് $2,800 ഉണ്ട് പേ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ $250 ഉള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ. ഓക്കെ, അന്നേരം പുള്ളിയോട് പറയുന്നത് $250 ഉള്ളൂ, ബാക്കി തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം കസ്റ്റമർ പറയുന്നത് ഈ 250 ഞാൻ അഡ്വാൻസ് തന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതിന് മുമ്പേ ഒരാഴ്ച മുമ്പേ ഞാൻ ബാക്കി പേയ്മെൻറ്റും ബാക്കി 2,300 ഞാൻ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ റിസീവ്ഡ് അല്ല, നമ്മുടെ അക്കൗണ്ട് റിസീവ്ഡ് അല്ല. അതിന് ക്യാൻ ഗീവ് എസ് റെസിപ്റ്റ് എന്ന് ചോദിച്ചു. അന്നേരം പുള്ളിയോടെ ഞാൻ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് റെസിപ്റ്റ് കാണിച്ചു തരുന്നു. റെസിപ്റ്റ് കാണിച്ചു തന്നപ്പോഴത്തേക്ക് അത് ഏത് അക്കൗണ്ടാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കമ്പനി അക്കൗണ്ട് അല്ല ഈ പൈസ പോയിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമ്മുടെ ലേഡീസ് വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അനൂപിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ പോയേക്കുന്നത്.
അന്നേരം ഞാൻ ആ സമയത്ത് നാട്ടിലല്ല സോറി, ഞാൻ ആ സമയത്ത് US ക്രൂയിസിലാണ്. അന്നേരം എനിക്ക് അവിടുന്ന് വിളിച്ചിങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒന്നാമത് ഇത്രയും ലോസ് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസിൽ എന്നാണ് നോർമൽ പ്രൊസീജിയർ, ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഇതിനായിട്ട് എന്നെ വിളിക്കേണ്ട കാര്യം അവിടെ HR ഉണ്ട്, ബട്ട്ലറാണ്, നിങ്ങൾ ബാക്കി എന്നാ പ്രൊസീജിയർ എന്നുള്ളത് ചെയ്യാൻ പറഞ്ഞു. അവരെന്നാ ചെയ്തു, ഉടനെ പോലീസിന് റിപ്പോർട്ട് ചെയ്ത് ഇവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർമിനേറ്റും ചെയ്തു. അനൂപിനെ ടെർമിനേറ്റും ചെയ്തു. വിസയ്ക്ക് ക്യാൻസലേഷനും കൊടുത്തു. ഇതാണ് പ്രോബ്ലത്തിൻ്റെ തുടക്കം. ഇവിടാണ് തുടങ്ങുന്നത്. അനൂപിനെ ടെർമിനേറ്റ് ചെയ്തു, മുരളിയായിട്ടുള്ള ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. ആദ്യത്തെ FIR വീഴുന്നു. അനൂപിൻ്റെ ഭാര്യ വന്ന് ഭർത്താവിനെ പറ്റിച്ചു. വോവ് സിനിമാസിൻ്റെ ഷെയർ കൊടുക്കാമെന്നും പറഞ്ഞു. അനൂപിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ച് അനൂപിനെ തട്ടിച്ചു എന്ന് പറഞ്ഞ ആദ്യത്തെ കേസ് വരുന്നു. കണ്ണൂർ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ കേസായിട്ട് ഈ അനൂപ് കളക്ട് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്സിൻ്റെ ഓരോന്നായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് ഓരോന്നും പോലീസിന് കൊടുക്കുന്നുണ്ട്. കോർട്ടിൽ നിന്ന് അവന് എഗെയിൻസ്റ്റ് ആയിട്ട് റീസ്ട്രൈനിങ് ഓർഡർ വന്നു. എല്ലാ കാര്യങ്ങളും അവിടെ. പിന്നെ ഇന്ത്യ പോലെ അത്ര ഹാർഡായിട്ടുള്ളൊരു ഡിസിഷൻസ് എടുക്കുന്ന ഇതല്ല അവിടെ വന്ന് കുറച്ച് ലീനിയൻ്റ് ആണ്. ഇപ്പം ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സിന് ആദ്യമേ പിടിച്ച് ഇതൊന്നും ചെയ്യത്തില്ല, വാണിംഗ് കൊടുക്കും, അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യണം, അങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഒരു FIR ഇടാൻ ആദ്യത്തെ ഇവനൊരു റീസ്ട്രൈനിങ് ഓർഡറാണ് കോർട്ട് കൊടുക്കുന്നത്. അതായത് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്കിലോ ഒന്നും പോസ്റ്റ് പോലും ചെയ്യല്ല. റീസ്ട്രൈനിങ് ഓർഡർ അനൂപിന് വരുന്നു. അവിടെ നിന്നുള്ള ഓസ്ട്രേലിയൻ ഓർഡർ വരുന്നത്, കോർട്ടിൽ നിന്ന് ഓർഡർ വരുന്നത്. അതായത് എൻ്റെ കസ്റ്റമേഴ്സിനെയോ എൻ്റെ എംപ്ലോയീസിനെയോ ഓഫീസിൻ്റെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ വരല്ലെന്നുള്ള ഓർഡറാണ് ഫസ്റ്റ് കോർട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ പേപ്പറിൽ ആദ്യം വരുന്നത് 28.6 lakhs ഫ്രോഡ് എന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ചു എന്നും പറഞ്ഞു. അനൂപ് ഓൾറെഡി കൂടെ കയറി വന്നില്ല, അവിടെ തന്നെ ലീഗൽ ആസ്പെക്ട് ഇല്ലാത്തൊരു കേസ് മുരളി എങ്ങനെ ഫൈറ്റ് ചെയ്യും? എവിടെ പോയി ഫൈറ്റ് ചെയ്യും? ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇടം ഈ പറഞ്ഞ പോലെ കുറച്ച് പേടിപ്പിക്കും, ഗുണ്ടായുസവും ഹറാസ്മെന്റും പോലീസ് മുഷ്കും ഒരു പോലീസിനെ കൊണ്ട് ഒരു വേറെ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ലീഗലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പൈസ കൊടുക്കാനുമില്ല, അത് വാങ്ങാനുള്ള സംവിധാനവും ഇല്ല. എനിക്ക് വാങ്ങാനുള്ള സംവിധാനമുണ്ട്. എനിക്ക് എത്ര മുരളിക്ക് കൊടുത്തോ അത് വാങ്ങാൻ എനിക്ക് വാങ്ങിക്കാം. എനിക്ക് എക്സ്പെൻസ് എൻ്റെ പേര് ഞാൻ തന്നെ പോയത് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് പൈസ പോയിരിക്കുന്നത്. ഈ മുരളി പറഞ്ഞാൽ 160 കോടി രൂപയൊന്നും പുള്ളിക്കല്ല, നിങ്ങൾക്കാണ് പൈസ പോയിരിക്കുന്നത്. അതല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പോലീസ് കേസ് എടുത്ത് ഏത് ബേസിലാണ് പോലീസിന് കേസ് എടുക്കാൻ നോക്കുന്നത്? അതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് പുള്ളി ഏതെങ്കിലും ഒരു പേപ്പർ പോലീസിന് കൊടുത്തിരുന്നോ എടുക്കാനായിട്ട്? ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നെ അവിടെ കോട്ടും സൂട്ടും ഇട്ടേ കണ്ടു. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ പോയ ആളാണ്. നമ്മളിവിടുത്തെ അതായത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചും ഇവിടെ ഉള്ള തല്ലും വെള്ളവും എല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ പോയ ഒരാൾ തന്നെയാണ്. ഇപ്പം നമ്മൾ സെറ്റിലായി നമ്മളവിടെ ആ റേഞ്ചിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കും ഉണ്ട് നമ്മുടെ ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ തന്നെ എല്ലാ കളികളും പഠിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പുള്ളി അവിടെ കാണുമ്പോൾ നമ്മൾ കോട്ട് സൂട്ട് ഇരുന്നാലും നമ്മൾ തിരിച്ചു വന്ന് ഇതിനു വേണ്ടി ഞാൻ 1 മാസം ഇവിടെ വന്ന് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. അല്ല, നിങ്ങളിവിടെ വരാൻ പറ്റില്ല, വന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. കേസ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അറസ്റ്റ് ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്താലും ഇരിക്കുമോ? ഞാൻ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടതാണോ? ജാമ്യത്തിൽ വിട്ടാണോ? ഇല്ല, ഞാൻ ചോദിക്കണല്ലോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും. അല്ല, പുള്ളി പറഞ്ഞ ഏതെങ്കിലും ഒരു കേസ് പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുവാണ്, സാറെല്ലാം വന്ന് പുള്ളിയുടെ പ്രസ് കോൺഫറൻസിനുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ? വാവ് സിനിമാസ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ കേട്ട് പരിചയം വന്നൊരു ഓഗസ്റ്റിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സനൽ ഇപ്പോഴത്തെ വരാഹോ എന്ന് പറഞ്ഞ പടത്തിന് ഡയറക്റ്റ് ചെയ്യും. സുരേഷ് ഗോപിയുടെ പടം ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ പുള്ളിയെ പറ്റി പറഞ്ഞ സരയുവിൻ്റെ ഹസ്ബൻഡ്, നടി സരയുവിൻ്റെ ഹസ്ബൻഡ് സനലും ഞാനും വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. അന്നേരം പുള്ളി ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. പുള്ളിയുടെ ഡെബ്യൂട്ട് ഡയറക്ഷനായിരുന്നു, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അന്നേരം പുള്ളിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളത് അറിയാമല്ലോ, ആ ഒരു ഡയറക്ടർ ചെയ്യുന്ന ഫസ്റ്റ് പടത്തിന്. അന്നേരം ഇത് ഫിനാൻഷ്യലി കുറച്ച് ക്രഞ്ചസ് ഉണ്ടായിരുന്നു ഈ പടത്തിന്. ആ ടൈമിൽ ഒരു 35 lakhs ഞാൻ ഇവർക്ക് പേ ചെയ്തു ആസ് എൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ്. വാവ് സിനിമാസ് എന്ന കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ വാവ് സിനിമാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് ആയിട്ട് 35 lakhs പേ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആക്ച്വലി 35 lakhs ഞാൻ പേ ചെയ്തു. പക്ഷേ എന്തിന് പേ ചെയ്യുന്നുള്ളൊരു ഇത് വേണമല്ലോ, അവരുടെ എഗ്രിമെൻറ്റ് റെഡിയാക്കുന്നു. ഈ എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് തൊട്ട്
നെഗോഷിയേറ്റ് ചെയ്യുന്നത് തൊട്ട് ട്രാൻസ്ഫർ വരെ ഡീൽ ചെയ്തിട്ടുള്ള ആൾ ഈ മിസ്റ്റർ അനൂപാണ്. ഡ്രാഫ്റ്റിങ്ങിനകത്ത് പല സ്ഥലത്തും ഡ്രാഫ്റ്റിങ്ങിനകത്ത് വരുന്ന ചേഞ്ചസുകളും എല്ലാം വരുത്താനുള്ളതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാം കോപ്പീസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ സൈൻ വാങ്ങിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ വരുന്നതും അനൂപാണ്. അങ്ങനെയാണ് ഈ വാവ് സിനിമാസ് എന്നുള്ള പേരുള്ളത്. അല്ലാതെ വാവ് സിനിമാസ് ആകപ്പാട് ആ സമയത്ത് ചെയ്തിരുന്ന പ്രിയ നോട്ടത്തിലാണെന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പടമാണ് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. ഇത്രയേ ഉള്ളൂ വാവ് സിനിമാസ് എന്ന് പറഞ്ഞ്. ആ വാവ് സിനിമാസിൻ്റെ ഷെയർ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. 28,60,000 വാങ്ങിച്ചു എന്നാണ് കേസ്. അതെ, എനിക്കിവിടെ എല്ലാ ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്. അത് കൂടാതെ എനിക്ക് ഓസ്ട്രേലിയയിൽ തന്നെ ഈ പ്രൊഡക്ഷൻ വിട് സിനിമയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അത്ര മണി മേക്കിംഗ് ബിസിനസ് അല്ല എന്നെ സംബന്ധിച്ചുള്ള സിനിമ. മണി പോയിട്ടുള്ളതും കൂടുതൽ പോയിട്ടുള്ളതും ഇപ്പോൾ മഞ്ഞുമല വോയിസ് പോലെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഇപ്പം ഒരുവിധമൊക്കെ കയറി വരുന്നുള്ളത്. ഓവറോൾ നോക്കും സെനാരിയിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ബിസിനസ്സാണ് സിനിമ എന്ന് പറഞ്ഞത്. എനിക്ക് അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ബിസിനസ് ഉണ്ട്. അതിനെ ഒന്നും ഷെയർ ചെയ്യാൻ ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ അതുകൂടാതെ ഈ ഇവിടെ ഉള്ള എല്ലാ ബി ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ ക്രിസ്റ്റഫർ പ്രൊഡക്ഷൻ ചെയ്തത്. ആന്റണി ചേട്ടനുമായിട്ടും ഉണ്ട്. ആന്റണി ചേട്ടൻ എല്ലാ പടങ്ങളും ഞാനാണ് ചെയ്യുന്നത്, ആശീർവാദ് സിനിമാസിൻ്റെ. അതുകൂടെ എല്ലാവരുമായിട്ട് ചെയ്യുന്നത്. ഒരു പേരും ഇല്ലാതെ ഈ വാവ് സിനിമാസ് എന്നതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഞാൻ കൊടുക്കാമെന്നാണ് എൻ്റെ അത് പറഞ്ഞേക്കുന്നത്. ഈ 420 ഇടണമെങ്കിൽ ഞാൻ പറഞ്ഞെന്തെങ്കിലും പറഞ്ഞ് ചീറ്റ് ചെയ്യണ്ടേ? അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വാവ് സിനിമാസിനെ പറഞ്ഞ് ചീറ്റ് ചെയ്തെന്നുള്ള കാര്യം. ഈ വാവ് സിനിമാസിന് 35 ലക്ഷം രൂപ ഞാൻ ഓൾറെഡി പേ ചെയ്ത്. ഈ വാവ് സിനിമാസിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ സന്തോഷ് ത്രിവിക്രമൻ. ഓക്കെ, ഈ പുള്ളി ലോകത്തുള്ള എല്ലാവരുടെയും ഞാൻ എക്സാമ്പിൾ പറയാം എങ്ങനെ ആ പടം പിടിക്കുന്നതെന്ന് പറയാം. ഒരു പടം പിടിക്കണം, ഞാൻ നിങ്ങളുടെ 5 പേരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു പടം പിടിക്കാനായിട്ട്. പടത്തിൻ്റെ ബഡ്ജറ്റ് 5 കോടി, ഞാൻ നിങ്ങളുടെ നിന്ന് കളക്ട് ചെയ്യുന്ന 10 കോടി. ആദ്യമേ 5 കോടി എൻ്റെ കയ്യിൽ പ്രോഫിറ്റായി. പടം റിലീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓടണോ ഓടണ്ടായോ എന്നുള്ള എൻ്റെ ബാധമുള്ള കാര്യം. പ്രോഫിറ്റ് അല്ല പിന്നെ. ഓക്കെ, പടം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അക്കൗണ്ട് തരുന്നു, നിങ്ങൾ സോർട്ടഡ് ഔട്ട്. ഞാൻ ലോസാണ്, പണം ലോസാണ്. അടുത്ത പടം പിടിക്കാൻ അടുത്തതിൽ കവറാവും. 35 ലക്ഷം രൂപ പുള്ളി തരാൻ റെഡിയല്ല, തിരിച്ച് തരാനായിട്ട്. പണം കഴിഞ്ഞ് പല പ്രാവശ്യമായിട്ട് മെസ്സേജ് ഇമെയിൽ വിടുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ഇമെയിൽ വിടുന്നു. ഇമെയിലിന് മറുപടി ഫൈനൽ ഡിമാൻഡ് കൊടുക്കുന്നു. ഫൈനൽ ഡിമാൻഡും കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു ഗുണ്ടായുസോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കോർട്ടിൽ ഫയൽ ചെയ്തു, മണി സ്യൂട്ടിന് ഫയൽ ചെയ്ത്, നമുക്ക് പൈസ കിട്ടിയില്ല എന്നുള്ള മണി സ്യൂട്ടിന് ഫയൽ ചെയ്ത് അറ്റാച്ച്മെൻറ്റ് ഇട്ടു. കുഞ്ഞാമണീസ് ഹോസ്പിറ്റലിൻ്റെ റൈറ്റ്സ് എല്ലാം അവർ അറ്റാച്ച് ചെയ്യാനായിട്ട് അതെല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഇവരുടെ ഒരു പുതിയ പടം ഇറങ്ങാനുണ്ടായിരുന്നു, ഈ സീക്രട്ട് ഹോം. അതിന് സ്റ്റേ ഇട്ട് അറ്റാച്ച്മെൻറ്റ് ഇടുമായിരുന്നു, കിട്ടിയാണ്. പക്ഷേ സ്റ്റേ ആയിട്ട് പടം ഓടിക്കേണ്ടെന്നുള്ള രീതി. അപ്പം മേജിസ്ട്രേറ്റ് പറഞ്ഞാൽ either നിങ്ങൾ കുഞ്ഞമ്മണീസിന് പറയുമോ അല്ലെങ്കിൽ സീക്രട്ട് ഹോമിന് പറയുമോ, ഇത് രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞ് തൃശ്ശൂർ മേജിസ്ട്രേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മണീസിനെ വിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് സ്റ്റേയിലാണ് പോയത്. അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഇഷ്യൂ ആയിട്ട് അതങ്ങനെ. പിന്നെ അവർ മീഡിയേഷനെ വിളിച്ചപ്പോഴത്തേക്കും കണക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പേ ചെയ്യാത്തതെന്ന് ആദ്യം മേജിസ്ട്രേറ്റിനോട് പറഞ്ഞു. അപ്പോൾ മേജിസ്ട്രേറ്റ് പറഞ്ഞു നമ്മൾ മീഡിയേഷന് പോയി കണക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ മീഡിയേഷന് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ബൈചേട്ടനും ഞാനും ഷിനോയി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഞങ്ങൾ 3 പേരും കൂടെ മീഡിയേഷന് തൃശ്ശൂർ കോർട്ടിൽ പോകുന്നത്. തൃശ്ശൂർ കോർട്ടിൽ പോയപ്പം സന്തോഷ് ത്രിവിക്രമനില്ല, പുള്ളിയുടെ ഒരു 1% ഷെയർ ഹോൾഡർ ഷിബു ജോബ് എന്ന് പറഞ്ഞ പുള്ളിയാണ് അവിടെ വരുന്നത്. മീഡിയേറ്ററിന് മുമ്പ് വെച്ചാൽ ഇത് തന്നെ പറഞ്ഞു, കണക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓടാത്ത പടത്തിന് എന്ത് കണക്ക് കൊടുക്കാനാണ് പറഞ്ഞു. കോംസ്കോറാണ് നമ്മുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ അറിയുമെന്ന് അറിയത്തില്ല, ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലായിടത്തും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കോംസ്കോർ എന്ന് പറഞ്ഞാൽ. അതാണ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ. നമുക്ക് എത്ര അഡ്വാൻസ്, ഇപ്പം ഞാൻ UK ഒരു പടം കൊടുക്കുന്നു, എനിക്ക് വന്ന് അറിയത്തില്ല UK എന്ത് കളക്ഷൻ ഉണ്ടെന്നുള്ളത്. ഈ കോംസ്കോർ എന്നുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ മതി, സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ എത്ര അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് വരെ ഉള്ളത് നമുക്കിത് കാണിക്കും എല്ലാ തിയേറ്റേഴ്സിനും. ഓക്കെ, അന്നേരം അങ്ങനെയാണ് നമ്മൾ ഈ റെസ്റ്റ് ഓഫ് ദ വേൾഡിന് എല്ലാം കണക്ക് നോക്കുന്നത്. എല്ലാം ഇപ്പോൾ ഫാസ്റ്റിൻ്റെ നോക്കിയാലും എല്ലാ വലിയ പ്ലെയേഴ്സിൻ്റെ നോക്കിയാലും ഇതിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 8 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ. 8 ലക്ഷമാണ് ഒരു വർഷത്തെ. എന്ന് വെച്ചാൽ നമുക്ക് അറിയണമല്ലോ എവിടെയൊക്കെ എത്ര കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവർ പറയുന്ന കണക്കും കേട്ടിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അന്നേരം ഈ സാധനം വെച്ചാണ് നമ്മളെല്ലാവരുടെയും കളക്ഷൻസ് എടുക്കുന്നത്. ഈ വാവ് സിനിമാസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഈ സാധനം എന്നാ കോംസ്കോർ എന്നാന്ന് പോലും അറിയത്തില്ല. അവിടെ വെച്ച് ഞാൻ ആ മീഡിയേറ്ററിന് മുമ്പ് വെച്ച് കോംസ്കോർ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നു അവർക്കിട്ട്. നീ കണക്ക് കിട്ടിയില്ലെന്ന് പറയാം, ഇതാണ് നിങ്ങൾക്ക് നമ്മുടെ ഇന്ന് 3.5 ലക്ഷം എക്സ്ട്രാ ആണ് ചിലവായിരിക്കുന്നത്. അതായത് സെൻസറിങ്ങിൻ്റെയും ദുബായ് മാത്രമേ റിലീസ് ചെയ്തുള്ളൂ പടം, വേറെ എങ്ങനെ റിലീസ് ചെയ്തില്ല പടം. ഇതിൽ 3 ലക്ഷം നമ്മുടെ എക്സ്ട്രാ വന്ന് 38 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചു തരണം. അതാണ് നമ്മുടെ കേസ്. മീഡിയേഷനിൽ വെച്ച് പറയുന്നത്, നിങ്ങൾ ആ 3 ലക്ഷം ചിലവായെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക, ഞാൻ തന്ന പൈസ തിരിച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ഇനി കണക്കിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ 3.5 ലക്ഷം ഒഴിവാക്കുക. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഓക്കെ അത് തരാൻ റെഡിയാണ്. മറ്റേ സന്തോഷ് ത്രിവിക്രമനോട് ചോദിച്ചിട്ട് ഒരു ദിവസം സമയം വേണമെന്ന് പറഞ്ഞു.
അന്നേരം റിട്ടയർഡ് ഒരു ജഡ്ജായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് അവൈലബിൾ നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് വരാൻ പറഞ്ഞു. ഇത് 5-ാം തീയതി നടന്ന സംഭവമാണ്, ഫെബ്രുവരി 5-ന് ഞാൻ ലാൻഡ് ചെയ്യുന്ന ദിവസം നടന്ന സംഭവമാണ്. 5-ാം തീയതി വരാൻ പറഞ്ഞു. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈച്ചേട്ടൻ വെളി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരും ഷിബു ജോബ എന്ന് പറഞ്ഞ് കീപ്പ് ഇൻ ടച്ച് എന്ന് പുള്ളിയുടെ നമ്പർ എനിക്ക് തരുന്നു. ഇതെല്ലാം CCTVയിൽ റെക്കോർഡഡാണ്. നമ്പർ തരുന്നു. ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്യുന്നത്, ഇന്നേ വരെ ഞാൻ വിളിച്ചിട്ടുമില്ല. നമ്പർ സേവ് ചെയ്ത് എൻ്റെ നമ്പർ വാങ്ങിച്ചു പുള്ളി അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കായിരുന്നു ഹിയറിങ്, വീണ്ടും മീഡിയേഷന്. നെക്സ്റ്റ് വീക്ക് ഇവരാരും വന്നില്ല. അത് കഴിഞ്ഞ് 20-ാം തീയതി തൃശ്ശൂരിൽ വീണ്ടും ഒരു കേസ്. ഈ ഷിബു ജോബിനെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഞാനും ബൈച്ചേട്ടനും ചേർന്ന് പുള്ളിയെ ഭീഷണിപ്പെടുത്തി കുത്തിക്കൊല്ലുമെന്ന്, പൈസ കൊടുത്തില്ലെങ്കിൽ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു. അത് കേസ് കൊടുത്തേക്കുന്ന 4-ാം തീയതിയാണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത്. 20-ാം തീയതി തൃശ്ശൂർ. 4-ാം തീയതി ഞാൻ ലാൻഡ് ചെയ്തിട്ടില്ല ആ ടൈമിൽ. അപ്പം ഞങ്ങൾ നേരെ പോയി തൃശ്ശൂർ. അവിടുത്തെ FIR വീഴുന്നതെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ന്യൂസ് 20-ാം തീയതി FIR വീണിട്ടുണ്ടെങ്കിൽ 21-ാം തീയതി രാവിലെ മാതൃഭൂമിയിലാണ് നമ്മൾ അറിയുന്നത്. അല്ല, പല തട്ടിപ്പ് കേസുകളുള്ള ഷിബു ജോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് തൃശ്ശൂരിലും ഒരു കേസ്. അതാണ് ഹെഡിങ്. അത് കണ്ടപ്പോൾ ഓക്കെ, പല തട്ടിപ്പ് കേസുകളുള്ള ആളാണല്ലോ. അതുകൊണ്ട് അടുത്തൊരു കേസും കൂടെ വന്ന്, ഭീഷണിപ്പെടുത്തിയ കേസും കൂടെ വന്ന് വീണ്ടും തൃശ്ശൂർ പോയി സ്റ്റേഷനിൽ പോയി നമ്മുടെ പാസ്പോർട്ട് ഇതെല്ലാം കാണിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റിനെ അവരെ കണ്ടിട്ടില്ല, ഷിബു ജോബിനെ അവരെ കണ്ടിട്ടില്ല. ACPയുടെ എന്നൊരു നോട്ടുണ്ട് കംപ്ലൈൻ്റ് അകത്ത്. ഇത് കൊടുത്തിരിക്കുന്ന ACPക്കാണ്, അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ തൃശ്ശൂരിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ACP ഒരു നോട്ട് ഇട്ടിട്ട് ടേക്ക് നെസസറി ലീഗൽ ആക്ഷൻ എന്ന് പറഞ്ഞ് ഇട്ട് അത് ഞങ്ങളത് ഫയൽ ചെയ്തു. ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല, ഈ ആളെ കണ്ടിട്ടില്ല. ഞാൻ ഈ പാസ്പോർട്ടൊക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ കളക്ട് ചെയ്യത്തില്ല. വാദി വന്ന് വാദിയുടെ ഇത് അതാ പ്രതി എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യം ഞങ്ങൾ കേട്ട് വയ്ക്കാം, പുള്ളി ഇവിടെ വന്ന് പറയട്ടെ, ഞങ്ങളിതെല്ലാം മനസ്സിൽ വെച്ചേക്കാം, നിങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ മനസ്സിൽ വെച്ചേക്കാം, അവർ വന്ന് പറയട്ടെ. പിന്നെ ഇന്നേ വരെ അവർ വിളിച്ചിട്ടില്ല. FIR വീണ് അവരുടെ ഉദ്ദേശം FIR വീഴുക, പിറ്റേ ദിവസം രാവിലെ പേപ്പറിൽ വരിക, ഉദ്ദേശം കഴിഞ്ഞു. നല്ലതാണ് ഉദ്ദേശം, അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറകെ ഒന്നുമില്ല. ഇനി നമ്മളാണ് ഇനി സ്ക്വാഷിങ്ങിനും അതിനൊക്കെ പോകേണ്ടത്, അല്ലെങ്കിൽ പോലീസായിട്ട് റെഫർ ചെയ്ത് വിടുമോ എന്നാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ. അത് കഴിഞ്ഞു എറണാകുളത്തേക്ക് നെക്സ്റ്റ് കേസ് തേവര സ്റ്റേഷനിൽ. അതായത് ഈ ഡയറക്ടറുടെ വീട്ടിലോട്ട്, അത് കുഞ്ഞമണീസ് ഹോസ്പിറ്റലിലെ ഡയറക്ടറുടെ വീട്ടിലോട്ട് പ്രൊഡ്യൂസറിനെ വിളിക്കുന്നു. പ്രൊഡ്യൂസർ ഡയറക്ടറുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പം അവിടുന്ന് വീഡിയോ കോൾ വിളിക്കുന്നു. ഡയറക്ടർ വീഡിയോ കോൾ എന്നെയും ബൈച്ചേട്ടനെയും വിളിക്കുന്നു വീഡിയോ കോൾ. ആ വീഡിയോ കോളിൽ കൂടെ ഞാനും ബൈച്ചേട്ടൻ വീണ്ടും അവനെ ഭീഷണി. അങ്ങനെ വീഡിയോ കോൾ ഉണ്ടായിരുന്നോ? വീഡിയോ കോൾ പോയിട്ട് നോർമൽ കോൾ പോലും ഇല്ല. ഓക്കെ, അത് നേരെ പോയി. അതുമല്ല, കൂടാതെ വെളിയിൽ പുള്ളിയെ ആള് വളഞ്ഞു നിൽക്കുക, പുള്ളിയെ പിടിക്കാനായിട്ട് ആൾ വളഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് കേസ് തേവരെ കൊടുത്തത്. തേവര പോലീസിൽ എന്തോ ഒരു ഡൗട്ട് തോന്നി, അവർ ഞങ്ങളെ വിളിച്ചു. നമ്മൾ ഇന്ന് സ്റ്റേഷനിൽ ഹാജരായി. ഞങ്ങൾ പറഞ്ഞു അവിടുത്തെ ഫ്ലാറ്റാണ്, വെളിയിലുള്ള വീഡിയോ ക്യാമറയുണ്ട്, വെളിയിലുള്ള ക്യാമറ എല്ലാം ഉണ്ട്. പുള്ളി അകത്ത് കയറി വന്നാൽ തിരിച്ച് ഈ ഡയറക്ടറിനെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോകുന്ന തൊട്ടുള്ള എല്ലാ ക്യാമറ ഫുട്ടേജും എടുത്തിട്ട് പോയി. അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ വന്ന് ഈ CDR എന്തോ എടുക്കട്ടെ, ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ കോള് പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നോക്കാന്ന് വെച്ചാൽ ഇപ്പം വാട്സാപ്പ് കോൾ വരെ പോയിട്ടുണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാം. അവർ ചെക്ക് ചെയ്യാം അവരുടെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ FIR ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അവരെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തൊന്നുമില്ല, കോളും ഇല്ല, ഒന്നുമില്ല. അതും ചീറ്റിപ്പോയി. അതിപ്പോൾ ചീറ്റിയിരിക്കും, അത് മാത്രമേ ചീറ്റിയുള്ളൂ, വേറെ അത് ചീറ്റിപ്പോയി. FIR ഇടുക, പിറ്റേ ദിവസം ന്യൂസിലിടുക. ഈ ന്യൂസ് കട്ടിങ് വന്ന് എല്ലായിടത്തും ഫോർവേഡ് ചെയ്ത് വിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ആരും മാതൃഭൂമി ന്യൂസ് വായിക്കാറില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസസ് കേൾക്കുമായിരിക്കും, പക്ഷേ ഇതുപോലെ ന്യൂസ് പേപ്പർ ഒന്നും അവിടെ നിന്നും വരാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു 100 എംപ്ലോയീസ് ഉണ്ട്, എനിക്ക് ഇത്രയും കമ്പനീസ് ഉണ്ട് അവിടെയാണ് ഈ സർക്കുലേഷൻ മൊത്തം. പിന്നെ മൂവിക്കാരുടെ ഇടയ്ക്ക് ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവീസ് തരുന്ന ഫാസുമായിട്ടാണ് ഡീലിങ്. ഫാസുകാരനോട് പറയായിരുന്നു ഇത് വന്നത് തന്നെ വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രദീപിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. പ്രദീപിനോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പ്രദീപ് ഈ പറഞ്ഞ ഒരു വേർഡ് പ്രദീപ് എന്നോട് പറയുന്നത്. പ്രദീപിനോട് പറയായിരുന്നു രാവിലെ ചേട്ടാ കണ്ണ് ഉറക്കാനൊക്കത്തില്ല, ചേട്ടൻ്റെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം ഞാൻ അവർക്ക് തന്നെ മെസ്സേജ് അയച്ചു, ഇത് ഓൾറെഡി എൻ്റെ കിട്ടി, വേണ്ട ഇങ്ങോട്ട് അയക്കണ്ട. അതായത് ഇപ്പം ഒരു ബിസിനസ് ഒരു ആളുമായിട്ട് ചെയ്യുന്നു, ഞങ്ങൾ തമ്മിൽ ബിസിനസ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ നേരിട്ട് ജെൻറ്റിൽമാൻ നമുക്ക് ഫൈറ്റ് ചെയ്യാം, കേസ് കൊടുക്കുകയോ അല്ലെ FIR കൊടുക്കുകയോ. ഇപ്പം അവരുടെ വൈഫിനെയോ അവരുടെ പിള്ളേരെയോ പിടിച്ചിടുന്ന ഒരു ഏത് ടൈപ്പ് ബിസിനസ് റേഞ്ചിൽ വരുന്നതാണ്, ഏത് എത്തിക്സിലാണ് അത് വരുന്നതെന്ന് അറിയത്തില്ല.
21 വയസ്സുള്ള മോനും പ്രതിയാണ് അതിനകത്ത്. അതെ. ഓക്കെ, അന്നേരം ആ എത്തിക്സ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ കാണത്തുള്ളായിരിക്കും, വേറെ എവിടെയും കാണത്തില്ലായിരിക്കും. അത് പുള്ളിയെ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കയറ്റിയതുകൊണ്ടാണോ, എൻ്റെ പിള്ളേർ ഉണ്ടെന്നുള്ളതാണ്, മലയാളി എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണോ, പുള്ളി വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് വെളിയിലെ ഫുഡ് പുള്ളിക്ക് ഇംഗ്ലീഷ് ഫുഡ് പുള്ളിക്ക് പറ്റത്തില്ല. എൻ്റെ വൈഫാണ് പുള്ളിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആ വൈഫിനെതിരെയും പിള്ളേർക്കെതിരെയാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് മലയാളിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. എത്തിക്സ് വേണ്ട ബിസിനസ്സിലാകുമ്പോഴത്തേക്ക്. പിന്നെ ഇത് സംഭവിച്ചോളം പുള്ളി ഒരു ബിസിനസ് എന്ന് പുള്ളിക്ക് പറയാനൊക്കത്തില്ല. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയുന്നുണ്ട് വട്ടി നക്കി അങ്ങനെ ഇതാണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ അത്രയും അങ്ങനെ ഒരു യൂട്യൂബർ പറഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത്. ആണോ? ഓക്കെ, അന്നേരം ആ ഒരു പുള്ളിയുടെ ജീവിതം അങ്ങനെയായിരുന്നു, പുള്ളി അത് ഉൾക്കൊള്ളുന്നു. ഞാൻ അങ്ങനെയായിരുന്നു പണ്ടെന്ന് പുള്ളിയും പറയുന്നുണ്ട്. അല്ല, പുള്ളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ആ വെള്ളം സിനിമ എന്ന് പറഞ്ഞ സിനിമ വന്നത്. അന്നേരം അങ്ങനെ ഒരാളെ ഇന്ന് ഇത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. അതിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ചൈനയിൽ നിന്നൊരു പ്രപ്പോസൽ വരുക എനിക്ക്, എൻ്റെ കയ്യിൽ ലോയേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ലോയേഴ്സ് ഉണ്ട്. അവരതെല്ലാം നോക്കി എല്ലാ ബോക്സും ചെക്ക് ബോക്സ് ചെയ്തിട്ട് ഒരു ഡീൽ അവിടെ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നു, ഞാൻ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ആകുമ്പോഴത്തേക്ക് ഞാൻ നേരിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്ക്, ഓണർ നേരിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ ചെക്ക് ബോക്സ് ഒന്നും സൈൻഡ് അല്ല. ഞാനിതെല്ലാം ഓവർ റൈഡ് ചെയ്ത് ഒന്നും വേണ്ട നമ്മുടെ ഫ്രണ്ട് ബാ എന്ന് പറഞ്ഞു അവിടെ ചെയ്യുമ്പോഴത്തേക്കാണ് ഇഷ്യൂസുകൾ വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, അനൂപിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. ഈ ജസ്റ്റ് ആൻ മിയർ എംപ്ലോയി, അവനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച്. ഇപ്പം മുരളിയെ സംബന്ധിച്ച് മുരളിയെ നോക്കുവാണെങ്കിൽ മുരളിക്ക് ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ മുരളിക്കും ലോസ് ഉണ്ട്, എനിക്കും ലോസ് ഉണ്ട്, മുരളിക്കും ലോസ് ഉണ്ട്. ഞങ്ങൾ രണ്ടൊരു ബിസിനസ്സുകാരാണ്. മുരളിക്കും ലോസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മുരളിക്കും ലോസ് ഉണ്ട്. മുരളിക്ക് എങ്ങനെ വന്നാലും ഇപ്പോൾ ഈ രണ്ടാമതാഴ്ച കണ്ടതിന് പുള്ളി പൈസ കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. 25,000 ഞാൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 80 ലക്ഷത്തിന് സാധനം അയച്ചേക്കുന്നത്. 25 ഞാൻ കൊടുത്തുള്ളൂ, ബാക്കി പുള്ളി ലയബിളല്ലേ. ആദ്യത്തെ കമ്പനിക്കാർ പൈസ വേണ്ടെന്ന് പറയുന്നത് സംഭവിച്ചു, രണ്ടാമത്തെ കമ്പനിക്കാർ പൈസ വേണ്ടെന്ന് പറയത്തില്ലല്ലോ. അവർക്ക് പൈസ വേണ്ട, അവർക്ക് ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല, അവർ രണ്ടാമതാഴ്ചയും ക്വാളിറ്റിക്ക് കുഴപ്പമില്ല, അവർക്ക് പൈസ വേണ്ടേ. അപ്പം പുള്ളിക്കും ലോസ് ഉണ്ട്, എനിക്കും ലോസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നിന്ന് ഒരു ലോസും ഇല്ലാതെ പൈസയും വാങ്ങിച്ച് ഇവരെ എല്ലാം വന്ന് ഈ പാവകളെ കൊണ്ട് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുന്നതാണ് ഈ സന്തോഷ് ത്രിവിക്രമൻ. പുള്ളിക്ക് പഴയ പോലീസിലൊക്കെ ഭയങ്കര ഹോൾഡുണ്ട്. പിന്നെ എൻ്റെ OCA കാർഡ് ക്യാൻസൽ ചെയ്ത് കളയും, എൻ്റെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്ത് കളയും, എനിക്കിവിടെ വിസ കച്ചവടമാണ്, ഇവിടുന്ന് പോകുമ്പോൾ ഇൻ്റർപോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ പോകത്തുള്ളൂ. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇടുന്ന മെസ്സേജുകൾ. ഇപ്പം നാളെ സാറിനെയും കോൺടാക്ട് ചെയ്യും ഈ സാധനങ്ങളെല്ലാം പറഞ്ഞു. സാറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ സാർ ചോദിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അയച്ചു തന്നിട്ട് പറയും, വേർബലി അല്ല, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അയച്ചു തന്നിട്ട് പറ ഷിബു ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തു. എൻ്റെ കൂടെ ഇത്രയും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്നേ വരെ ഒരു കംപ്ലയിൻറ്റ് പോലും എങ്ങും എനിക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനിയും ഇവർ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യട്ടെ. ഇപ്പോഴും FIR 4 വന്നില്ല, 4 വന്നിട്ട് എനിക്കൊരു അറസ്റ്റും ഇല്ല, സാറിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും എവിടെ ആണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളതിനും നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണ്. എന്തായാലും കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തെളിവുകളും അനുസരിച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, എല്ലാ തെളിവുകളുമായിട്ടാണ് ഇവിടെ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തും ഒരു വലിയ 800 പേജിൻ്റെ ഫയലുണ്ട്. ആ തെളിവുകളൊക്കെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മൊത്തം കാണിക്കാനൊന്നും കഴിയില്ല. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് നമ്മളെ ചാനലിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് സംശയങ്ങളുണ്ട് ഇദ്ദേഹത്തെ വിളിക്കാം. ഇദ്ദേഹം ഇപ്പോഴും സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുവെന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ചോദിക്കാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും മലയാള സിനിമകൾ അദ്ദേഹത്തെ തേടി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെ അദ്ദേഹം 8 സിനിമകൾ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന 2 സിനിമകൾ എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വാസമാണ് ഇവിടെയുള്ള പ്രൊഡ്യൂസർമാർക്കും ഇവിടെയുള്ള ആക്ടേഴ്സിനും വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും ആ സിനിമ പോയിരിക്കുന്നതെന്ന് സംശയമില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.